ക്ഷീരകാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ.ജെ. ജോസ്മോൻ. ഉൽപാദന ചെലവ് കുത്തനെ ഉയരുമ്പോഴും കർഷകർക്ക് ന്യായമായി വില ലഭിക്കുന്നില്ലെന്ന് വിമർശനം. വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരെ ഒഴിവാക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലും ഉൽപാദന ചെലവ് കുത്തനെ ഉയരുമ്പോഴും കർഷകർക്ക് ന്യായമായ വില ലഭിക്കാത്തത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ.ജെ. ജോസ്മോൻ. കാലിത്തീറ്റ, കാർഷിക ഇൻപുട്ടുകൾ, കീടനാശിനികൾ, വളങ്ങൾ തുടങ്ങിയവയുടെ വിലവർദ്ധനവ് കർഷകരെ സാമ്പത്തികമായി തളർത്തുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തി പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പാർട്ടി നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഭരണകൂടം എന്ന ജനാധിപത്യ സങ്കല്പത്തിന് പകരം ഭരണകൂടങ്ങൾ വോട്ടർമാരെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യം രാജ്യത്ത് രൂപപ്പെടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പശ്ചിമബംഗാളിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആരോപണം ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ശക്തമായ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉയരേണ്ട സാഹചര്യമാണുള്ളതെന്നും വ്യക്തമാക്കി. വളത്തിന് ലഭ്യതക്കുറവും കീടനാശിനികൾ ലഭ്യതക്കുറവും ഉള്ളത് തന്നെ വളരെ വലിയ വില കൊടുക്കേണ്ട സാഹചര്യം കർഷകർക്കുണ്ടാവുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കാർഷിക ചെലവ് പ്രധാനമായും ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്ക് ഈ വളത്തിൻ്റെ കീടനാശിനിയുടെയും വില വർധനവും അതിൻ്റെ ദൗർലഭ്യവുമാണ്. ഈ കാര്യങ്ങളെ കൃത്യമായി പരിഗണിക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാണ്. രണ്ടാമത് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇത്രയും നാളും ജനങ്ങളാണ് ഒരു ഭരണകൂടത്തെ വോട്ട് ചെയ്ത് തീരുമാനിച്ചത്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടം ഉണ്ടായി. ഇപ്പം അങ്ങനെയല്ല, ഭരണകൂടം തിരഞ്ഞെടുക്കുന്ന വോട്ടർമാരായിക്കോളും. കാരണം നമ്മുടെ വോട്ടവകാശവും പൗരാവകാശ പൗരം എന്ന നിലയ്ക്കുള്ള നമ്മുടെ അവകാശങ്ങളും ഏത് നിമിഷവും ലംഘിക്കപ്പെടും. നാളെ നമുക്ക് വോട്ടുണ്ടാകണോ വേണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴത്തെ ഗവൺമെന്റ് തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കോടതികളെ സമീപിക്കുമ്പോഴൊക്കെ മുമ്പ് കോടതികളായിരുന്നു നമ്മുടെ ഭരണഘടനാ അവകാശങ്ങളുടെ സംരക്ഷകർ. ഇങ്ങോട്ടാരും പോരണ്ട, ഞങ്ങൾ ഇതിലില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയും. പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം ജോർജ് അധ്യക്ഷത വഹിച്ചു. KDP സംസ്ഥാന ജനറൽ സെക്രട്ടറി സാജു എം ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി PK ജയൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ജിസൺ ജോയി എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.